ഇസ്ലാമിക ചരിത്രത്തിൽ ധീരതയുടെ ഒരു നക്ഷത്രമുണ്ട്. ഖുറൈശികളുടെ സിംഹം, പ്രവാചകന്റെ നിഴൽ, നുബുവത്തിന്റെ തണലിൽ വളർന്ന ധീരതയുടെ പര്യായം, അറിവിന്റെ കവാടം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ക്രിസ്തുവർഷം 600-ൽ മക്കയുടെ മണ്ണിൽ ഖുറൈശി ഗോത്രത്തലവനായ മഹാനായ അബൂ ത്വാലിബിന്റെ മകനായി അദ്ദേഹം ജനിച്ചു. പക്ഷേ അലി വളർന്നത് സാധാരണക്കാരനായല്ല, സാക്ഷാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിക്ഷണത്തിലായിരുന്നു. വെറും 10 വയസ്സുള്ളപ്പോൾ ലോകം വിറയ്ക്കുന്ന ശക്തികൾക്കെതിരെ സത്യത്തിന്റെ പക്ഷം പിടിച്ചുകൊണ്ട് കുട്ടികളുടെ കൂട്ടത്തിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ആ വിപ്ലവകാരിയാണ് അലി. ആവേശം കൊടുമുടി കയറുന്ന ആ രാത്രി പ്രവാചകനെ വധിക്കാൻ ശത്രുക്കൾ വീടുവളഞ്ഞു നിൽക്കുന്നു. ഓരോ സെക്കൻഡിലും മരണം വാതിലിനു പുറത്ത് കാത്തു നിൽക്കുമ്പോൾ ആർക്കാണ് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുക? പക്ഷേ അവിടെയാണ് അലിയുടെ ധീരത. പ്രവാചകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശത്രുക്കളുടെ വാൾമുനകൾക്ക് മുമ്പിൽ പ്രവാചകന്റെ വിരിപ്പിൽ അദ്ദേഹം കിടന്നു. മരണമേ, നിനക്ക് എന്നെ തൊടണമെങ്കിൽ എൻ്റെ ഉടമസ്ഥൻ അനുവദിക്കണം എന്ന് പ്രഖ്യാപിച്ച ധീരൻ മക്കക്കാർ സൂക്ഷിക്കാനേൽപ്പിച്ച മുതലുകൾ ഓരോന്നായി തിരികെ നൽകി ഒരു യഥാർത്ഥ പോരാളിയായി അദ്ദേഹം മദീനയിലേക്ക് നടന്നുകയറി. യുദ്ധക്കളത്തിൽ അലി ഇറങ്ങിയാൽ പിന്നെ അവിടെ ശത്രുക്കളുടെ ഗർജനമില്ല, അലിയുടെ വാളിന്റെ മിന്നൽ പിണരുകൾ മാത്രം. ഖൈബർ കോട്ടയുടെ പടുകൂറ്റൻ വാതിൽ തകർക്കാൻ കഴിയാതെ സൈന്യം പകച്ചു നിന്നപ്പോൾ പ്രവാചകൻ വിളിച്ചു, നാളെ അള്ളാഹുവിനും റസൂലിനും പ്രിയപ്പെട്ടവന് ഞാൻ പതാക നൽകും. പിറ്റേന്ന് ഒറ്റ കൈ കൊണ്ട് ആ കോട്ടവാതിൽ പിഴുതെറിഞ്ഞ അലി യുദ്ധക്കളത്തിൽ ഒരു കൊടുങ്കാറ്റായിരുന്നു. തബൂക്ക് ഒഴികെ എല്ലാ യുദ്ധങ്ങളിലും പ്രവാചകന്റെ നിഴലായി അദ്ദേഹം പോരാടി. ഇഹത്തിലും പരത്തിലും നീ എൻ്റെ സഹോദരൻ എന്ന് പ്രവാചകൻ ആദരിച്ച ആ വ്യക്തിത്വം ചരിത്രത്തിലെ വിസ്മയമാണ്. ഹിജ്റ വർഷം 40 പുണ്യമായ റമദാൻ മാസത്തിലെ ഒരു പുലർച്ച കൂഫയിലെ പള്ളിയിൽ സുബഹി ബാങ്ക് വിളിക്കാൻ സമയമായിരിക്കുന്നു. സമാധാനത്തിന്റെ വക്താവായ അലി റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് നടന്നു പോവുകയായിരുന്നു. എന്നാൽ ആ ഇരുളിൽ ഒളിഞ്ഞിരുന്നത് നീചമായൊരു ചതിയായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ മുൽജം എന്ന കൊലയാളി വിഷം പുരട്ടിയ തന്റെ വാളുമായി അവിടെ പതിയിരുന്ന് ആഞ്ഞുവെട്ടി. പ്രപഞ്ചത്തിന് വിജ്ഞാനം പകർന്നു നൽകിയ ആ ശിരസിൽ വാൾ ആഴ്ന്നിറങ്ങി. രക്തം വാർന്നു വീഴുമ്പോഴും ആ മഹാൻ പതറിയില്ല. കഅബയുടെ രക്ഷിതാവാണേ സത്യം, ഞാൻ വിജയിച്ചിരിക്കുന്നു എന്നായിരുന്നു ആ നാവുകളിൽ നിന്ന് വന്ന വാക്കുകൾ. ആക്രമിക്കപ്പെട്ടതിനു ശേഷം അദ്ദേഹം 3 ദിവസം മരണത്തോട് മല്ലടിച്ചു. ആ വേദനയുടെ നിമിഷങ്ങളിൽ പോലും അദ്ദേഹം ചിന്തിച്ചത് തന്നെ സ്നേഹിക്കുന്നവരെക്കുറിച്ചും നീതിയെക്കുറിച്ചും മാത്രമായിരുന്നു. തന്നെ വെട്ടിയവനോട് പോലും നീതി കാണിക്കണമെന്ന് അദ്ദേഹം മക്കളെ ഉപദേശിച്ചു. തന്റെ ഉപ്പയെപ്പോലെ സ്നേഹിച്ച പ്രിയപ്പെട്ട നേതാവ് മരണത്തോട് പൊരുതുന്നത് കണ്ട് വിങ്ങിപ്പൊട്ടാത്ത ഒരു വിശ്വാസിയും അന്നവിടെ ഉണ്ടായിരുന്നില്ല. റമദാൻ 21-ാം രാവ് ലോകം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ആത്മീയ തേജസ്സുകളിൽ ഒന്ന് അന്ന് അണഞ്ഞുപോയി. ധീരതയുടെ സിംഹഗർജനം നിലച്ചു. അറിവിന്റെ കവാടം എന്നേക്കുമായി അടഞ്ഞു. എങ്കിലും നാം ആ വേദന ഇന്നും നെഞ്ചിലേറ്റുന്നു.